നമസ്കാരം. നിഷ്കളങ്കരാവണം എന്ന് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. ശിശുവിൻ്റെ നിഷ്കളങ്കതയല്ല, ശിശുവിനെ പോലെ നിഷ്കളങ്കരാവുകയാണ് വേണ്ടത്. കാരണം രണ്ടും രണ്ടാണ്. ശിശുവിൻ്റെ നിഷ്കളങ്കതയ്ക്ക് ശിശുവിന് എല്ലാവരും വിശ്വാസമാണ്. ഭാവിയെപ്പറ്റി ഉത്കണ്ഠയില്ല, കാപ്പട്യമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു കുറവ് ശിശുവിൻ്റെ നിഷ്കളങ്കതയ്ക്കുണ്ട്. ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണത്. നന്മയും തിന്മയും തമ്മിലും ശരിയും തെറ്റും തമ്മിലും അങ്ങനെ ഒന്ന് തിരിച്ചറിയാനാവില്ല. എന്നാൽ മുതിർന്നവർ അവർ അനുഭവത്തിൻ്റെ തേച്ചോളിൽ കൂടെ നേടിയെടുത്തതാണ് നിഷ്കളങ്കത. അതൊരിക്കലും പോവില്ല. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത സമൂഹവുമായി കൂടുതൽ ഇടപഴകി കഴിയുമ്പോൾ അത് പതുക്കെ ഇല്ലാതാവുന്നു. എന്നാൽ മുതിർന്നവരുടെ ആ നിഷ്കളങ്കത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല.